ജയ്കോ ജുവൽസ്, പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. ഭക്ഷണം വാങ്ങി നൽകാത്തതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ യുവാവിന് കുത്തേറ്റ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. കൊച്ചുപുരയ്ക്കൽ പ്രതീഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത്. മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ ഭക്ഷണം വാങ്ങി നൽകാത്തതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. ഞായറാഴ്ച ആയോന മടത്തുംപടി ബാലഭവനു മുൻവശത്തെ റോഡിൽ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങിയ സംഘം കാറിൽ മദ്യപിക്കുന്നതിന് ഇടയിലാണ് തർക്കമുണ്ടായത്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങി നൽകാത്തതിനെ ചൊല്ലിയുണ്ടായ തർക്കം രൂക്ഷമായതോടെ കാലാമ്പൂർ മാവിൻചൂട് ഭാഗത്തെ മോളിൽ സാബുവിനെ കാലാമ്പൂർ കൊടിയമ്പള്ളി മനോജ് മടക്കുകത്തി ഉപയോഗിച്ച് ആക്രമിച്ചെന്നാണ് പോലീസ് പറഞ്ഞത്. ആക്രമണത്തിൽ ബിബിന് കുത്തേറ്റു. സംഭവവുമായി ബന്ധപ്പെട്ട് മനോജിനെയും മുറിത്തോട്ടത്തിൽ അരുൺ എന്നയാളെയും കഴിഞ്ഞ ദിവസം കല്ലൂർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. കേസിലെ മറ്റൊരു പ്രതിയായ കൊച്ചുപുരയ്ക്കൽ പ്രതീഷിനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു. പരിക്കേറ്റ ബിബിൻ ചികിത്സയിൽ തുടരുകയാണ്. കല്ലൂർക്കാട് സബ് ഇൻസ്പെക്ടർ കൃഷ്ണൻ, പ്രിൻസിപ്പൽ SI VA അസീസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.